ഗുഡ് മോർണിംഗ്. എവർക്കും 10ാം ക്ലാസ് ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവറിന് തൊട്ട് മുന്നേ വരെയുള്ള പോർഷൻ വരെ നാം പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. അതായത് ഫ്യൂസ് വയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ തുടർച്ചയായി ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവർ എന്ന ടോപ്പിക്കും അതിനോടൊപ്പം കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധകങ്ങളുടെ ക്രമീകരണം എന്ന ടോപ്പിക്കുമാണ് നാം ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക് ഇലക്ട്രിക് പവർ ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ പവർ എന്ന വാക്ക്, പവർ എന്ന ടൈം നാം ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. പവർ നാം കഴിഞ്ഞ കൊല്ലം വർക്ക് എനർജി പവർ അഥവാ പ്രവൃത്തി ഊർജം പവർ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. അവിടെ നാം പവർ എന്ന ടേമിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് പവർ എന്നായിരുന്നു. അതായത് പ്രവൃത്തിയുടെ നിരക്കിനെ പവർ എന്ന് വിളിക്കും എന്നാണ് നാം കഴിഞ്ഞ കൊല്ലം പഠിച്ചത്. എന്നാൽ നമുക്ക് ഇക്കൊല്ലം പവർ അല്ല പഠിക്കേണ്ടത്, അല്ലെങ്കിൽ വെറും പവർ എന്ന ടൈം മാത്രമല്ല പഠിക്കേണ്ടത്. അതിനൊരു പേരുണ്ട്, ഇലക്ട്രിക് പവറാണ് അഥവാ വൈദ്യുത പവറാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വൈദ്യുത പവർ ആകുമ്പോൾ അത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുമായിട്ട് അഥവാ വൈദ്യുത ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതായത് സാധാരണഗതിയിൽ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയെ പവർ എന്ന് വിളിക്കും. എന്നാൽ ഇവിടെ ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡ് കൊണ്ട് വിനിയോഗിക്കുന്ന ഊർജ്ജമാണ് പവർ അഥവാ ഇലക്ട്രിക് പവർ. അതായത് ദി എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എന്നാണ് അർത്ഥം. അപ്പം ദി എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് ഇലക്ട്രിക് പവർ ഓർ വൈദ്യുത പവർ. അതായത് ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡ് കൊണ്ട് വിനിയോഗിക്കുന്ന ഊർജമാണ് വൈദ്യുത പവർ അഥവാ ഇലക്ട്രിക് പവർ. അതിന്റെ യൂണിറ്റ് നാം കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഒന്നെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് വിളിക്കും. ജൂൾ പെർ സെക്കൻഡിനെയാണ് നാം വാട്ട് എന്ന് വിളിക്കുന്നത്, ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ W. ഓക്കെ, അപ്പം തെറ്റിപ്പോവരുത്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഓക്കെ, വോൾട്ട് അല്ല. നമുക്ക് ചിലപ്പം ആ വേർഡ് കാണുമ്പോൾ വോൾട്ട് ആണോ എന്നൊരു തെറ്റിദ്ധാരണ തോന്നും. വോൾട്ട് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഇത് പവറാണ്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ W വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. അപ്പൊ ഇത്രയുമാണ് ബേസ് ആയിട്ട് വൈദ്യുത പവർ അഥവാ ഇലക്ട്രിക് പവറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവറിന്റെ ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നാം കഴിഞ്ഞ കൊല്ലം പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? പവർ P is equal to വർക്ക് ബൈ ടൈം എന്നാണ്. അതായത് W/T എന്നാണ് പഠിച്ചത് അല്ലേ. W എന്ന് പറഞ്ഞാൽ വർക്ക് അഥവാ പ്രവൃത്തിയാണ്, ഡിവൈഡഡ് ബൈ T എന്ന് പറഞ്ഞാൽ ടൈം അഥവാ സമയവുമാണ്. നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ ഇലക്ട്രിക് പവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മെറ്റാലിക് കണ്ടക്ടർ അഥവാ ഒരു വൈദ്യുത ചാലകം. ഈ വൈദ്യുത ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിൽ ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു, അതായത് താപം ഉൽപ്പാദിപ്പിക്കുന്നു. നാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നാം ആ ഒരു നിയമം പഠിച്ചത്? യെസ്, ദാറ്റ് ഈസ് നോൺ ആസ് ജൂൾസ് ലോ. അത് ജൂൾ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഒരു വൈദ്യുത ഉപകരണത്തിലൂടെ ആ വൈദ്യുതി കടന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അതായത് അവിടെ നടന്ന വർക്ക് എന്ന് പറഞ്ഞാൽ, അവിടെ നടന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിച്ച ആരാണ്? ഹീറ്റ് അഥവാ താപമാണ്. അതുകൊണ്ട് തന്നെ W അഥവാ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് അഥവാ ഹീറ്റ് ഡെവലപ്ഡ് ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. P is equal to W/T എന്ന ഇക്വേഷനെ P is equal to H/T എന്ന് എനിക്ക് എഴുതാം. എഴുതിക്കൂടെ? തീർച്ചയായിട്ടും എഴുതാം. ഓക്കെ, കാര്യം എന്താ? അവിടുത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിച്ച എന്താണ്? താപമാണ്. ഇനി ഹീറ്റിന് നമ്മൾ ജൂൾസിലായിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? H is equal to I²RT അല്ലേ പഠിച്ചിട്ടുള്ളത്. ആ H is equal to I²RT എന്ന് പറയുന്ന ഇക്വേഷൻ P is equal to H/T എന്ന ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, P is equal to H/T എന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ P is equal to H/T എന്ന ഇക്വേഷനിൽ Hന് പകരം ഞാൻ I²RT കൊടുക്കുവാണ്. അപ്പോൾ എങ്ങനെ മാറും? P is equal to Hന്റെ പകരം I²RT കൊടുക്കാമല്ലോ.
ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ടി ഉണ്ട്. ടിയും ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ പി സീക്വൽ എന്ത് കിട്ടും? ഐ സ്ക്വയർ ആർ എന്ന് കിട്ടും. ഇതാണ് പവറിൻ്റെ അഥവാ ഇലക്ട്രിക് പവറിൻ്റെ തൊട്ടടുത്ത ഇക്വേഷൻ. പി സീക്വൽ എന്താ? ഐ സ്ക്വയർ ആർ. പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ ഉണ്ട്? പി സീക്വൽ ടു എച്ച് ബൈ ടി എന്ന ഇക്വേഷനുണ്ട്, പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, തീർന്നില്ല. നമ്മൾ ഹീറ്റിന് നമ്മൾ വീണ്ടും ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എച്ച് സീക്വൽ ടു വി ഐ ടി അഥവാ വിറ്റ് എന്ന ഇക്വേഷൻ നമ്മൾ ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. ജൂൾ നിയമത്തിൻ്റെ വിവിധ രൂപങ്ങൾ എഴുതിയ സമയത്ത്, വിവിധ ഇക്വേഷൻസ് എഴുതിയ സമയത്ത് നമുക്ക് അതിനകത്ത് കിട്ടിയ ഇക്വേഷനാണ് എച്ച് സീക്വൽ ടു വി ഐ ടി അഥവാ വിറ്റ്. ആ ഇക്വേഷൻ അതിൽ എച്ചിൻ്റെ പേര് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ പി സീക്വൽ ടു എച്ച് ബൈ ടി അല്ലേ, എച്ചിൻ്റെ പേര് എന്ത് കൊടുക്കുന്നു? വി ഐ ടി കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ? ടി. ടിയും ക്യാൻസൽ ചെയ്തോടെ? അപ്പോൾ പി സീക്വൽ എന്ത് കിട്ടി? വി ഐ കിട്ടി. ഇതാണ് പവറിൻ്റെ തൊട്ടടുത്ത ഇക്വേഷൻ. പി സീക്വൽ ടു വി ഐ, വി ഇൻറ്റു ഐ. ഓക്കെ, തീർന്നില്ല. നമ്മൾ ഹീറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ കൂടി ജൂൾ നിയമത്തിൽ പഠിച്ചു, ജൂൾസ് ലോയിൽ പഠിച്ചു. എന്തായിരുന്നു? എച്ച് സീക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന ഇക്വേഷൻ പഠിച്ചായിരുന്നു ഇല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പി സീക്വൽ ടു എച്ചിന് പകരം എന്ത് കൊടുക്കാം? വി സ്ക്വയർ ടി ബൈ ആർ കൊടുക്കാം, ഡിവൈഡഡ് ബൈ അടിയിലാരുണ്ട്? ടി ഉണ്ട് ഇല്ലേ? പി സീക്വൽ ടു റീറൈറ്റ് ചെയ്യുകയാണേ, വി സ്ക്വയർ ടി ബൈ ആർ ഡിവൈഡ് ബൈ ടി അല്ലേ, അതിനെ എനിക്ക് എന്ത് എഴുതാം? ഇൻറ്റു 1/t എന്ന് എഴുതിക്കൂടെ? ടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പി സീക്വൽ എന്ത് കിട്ടി? വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. ഇതാണ് ഇലക്ട്രിക് പവറിൻ്റെ നാലാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 4 ഇക്വേഷൻസ് പഠിച്ചു. ഓക്കെ, 4 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഏതൊക്കെയാണ്? ഒന്ന് പി സീക്വൽ ടു എച്ച് ബൈ ടി, രണ്ടാമത്തേത് പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ, മൂന്നാമത്തേത് പി സീക്വൽ ടു വി ഐ, അവസാനത്തേത് പി സീക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പം 4 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാം. ഇലക്ട്രിക് പവറാണ് ആദ്യം പറഞ്ഞത്. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഓർ 1 സെക്കൻഡ്. അതായത് ഒരു വൈദ്യുത ഉപകരണം 1 സെക്കൻഡ് കൊണ്ട് വിനിയോഗിക്കുന്ന ഊർജ്ജമാണ് വൈദ്യുത പവർ. അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ വാട്ട് എന്നോ പറയാം. വാട്ടിനെ ക്യാപിറ്റൽ W എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഇനി പവറിൻ്റെ ഇക്വേഷൻ പി സീക്വൽ W ബൈ ടി എന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഒരു മെറ്റാലിക് കണ്ടക്ടറോടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് അവിടെ നടന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റാണ്. അത് വെച്ച് പവറിൻ്റെ ഇക്വേഷൻ കിട്ടി, പി സീക്വൽ ടു എച്ച് ബൈ ടി എന്ന് കിട്ടി. ഇനി എച്ചിന് ഐ സ്ക്വയർ ആർ ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും, പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് കിട്ടും. എച്ചിന് വി ഐ ടി എന്ന ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും, പവറിന് പി സീക്വൽ ടു വി ഐ എന്ന് കിട്ടും. എച്ചിന് വി സ്ക്വയർ ടി ബൈ ആർ എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പവറിന് അടുത്ത ഇക്വേഷൻ കിട്ടും, പി സീക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ ഈ 4 ഇക്വേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ എച്ച് ബൈ ടി, ഐ സ്ക്വയർ ആർ, വി ഐ, വി സ്ക്വയർ ബൈ ആർ, ഇപ്പോൾ ഇതെല്ലാം പവറിൻ്റെ ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ നോക്കിയേ, നമ്മൾ ജൂൾസ് ലോയുടെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ജൂൾസ് ലോയ്ക്ക് നമ്മൾ പ്രധാനമായിട്ടും 3 ഇക്വേഷനാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? എച്ച് സീക്വൽ ടു ഐ സ്ക്വയർ ആർ ടി പഠിച്ചു, എച്ച് സീക്വൽ ടു വി ഐ പഠിച്ചു, വി ഐ ടി പഠിച്ചു, എച്ച് സീക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിന്നും ടി എന്ന ടൈം മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് പവറിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. എച്ച് സീക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷനിൽ ടി മാറ്റിയാൽ കിട്ടുന്ന ഐ സ്ക്വയർ ആർ അത് പവറിൻ്റെ ഇക്വേഷനാണ്. എച്ച് സീക്വൽ ടു വി ഐ ടി എന്ന ഇക്വേഷനിൽ ടി മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന വി ഇൻറ്റു ഐ അത് പവറിൻ്റെ ഇക്വേഷനാണ്. എച്ച് സീക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്നതിൽ ടി ഒഴിവാക്കിയാൽ കിട്ടുന്ന വി സ്ക്വയർ ബൈ ആർ അതും ഇലക്ട്രിക് പവറിൻ്റെ ഇക്വേഷനാണ്. ഇപ്പം പവറിൻ്റെ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കുക. പവർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് പവർ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 4ഓളം ഇക്വേഷൻസ് പറഞ്ഞു. ഈ 4ഓളം ഇക്വേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വേണമെങ്കിൽ പ്രോബ്ലംസും ചോദിക്കാം. അപ്പോൾ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 4 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഉപയോഗിച്ചായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യമാണ് ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവറുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ളത്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന പ്രോബ്ലംസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. A heating appliance has a resistance of 115 ohm. If 2 ampere current flows through it, what is the power of the appliance? അതായത് 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്രയാണ്? ഓക്കെ,
ഇപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പവറാണ്. അപ്പോൾ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വൈദ്യുത ഉപകരണം അഥവാ എന്താണ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് പവറാണ് അഥവാ വൈദ്യുത പവറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം നമുക്കറിയാം. എത്ര റെസിസ്റ്റൻസിൻ്റെ വാല്യൂ? R = 115 ഓം അഥവാ 115 ഓം ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാവും. 115 ഓം ആണ്. ഓക്കെ, തീർന്നില്ല. ഇനി നമുക്ക് എന്ത് പറയുന്നുണ്ട്? യെസ്, കറണ്ട് പറയുന്നുണ്ട്. ഓക്കെ, I പറയുന്നുണ്ട്. എത്ര I പറഞ്ഞേക്കുന്ന? I = 2 ആംപിയർ. ഓക്കെ, അഥവാ 2 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പവറല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം P, Iയും Rഉം അറിയാമെങ്കിൽ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാ? പവർ 4 ഇക്വേഷൻ പഠിച്ചു. H/T പഠിച്ചു. നമുക്കിവിടെ Hഉം Tയും അറിയത്തില്ല. ഓക്കെ, നമ്മൾ P = I²R പഠിച്ചു. ഇവിടെ Iയും Rഉം അറിയാമല്ലോ. ഇപ്പോൾ I²R നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ P = I²R എന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. which is equal to I², ആരുടെ സ്ക്വയർ? 2ന്റെ സ്ക്വയർ. 2² × 115 അല്ലേ? 2² എന്താ? 4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 4 × 115. 4 × 115 ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താ? യെസ്, ആൻസർ കിട്ടും 460 വാട്ട് എന്ന് കിട്ടും. അതായത് 460 വാട്ട് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ കറണ്ട് ഓഫ് 0.4 ആംപിയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 230 വോൾട്ട്. വാട്ട് ഈസ് ദി പവർ ഓഫ് ദി ബൾബ്? അതായത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ബൾബിൻ്റെ പവർ കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ എത്തുന്ന ടേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അല്ല, നേരത്തെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ Iയും Rഉം അറിയാമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറണ്ട് അറിയാം. എത്രയാ? 0.4 ആംപിയർ. അപ്പോൾ നമുക്ക് എഴുതാം I = 0.4 ആംപിയർ. വേറെന്തറിയാം? പിന്നെ അറിയാമെന്നുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ആണ്. അത് എത്രയാ? 230 വോൾട്ട് അഥവാ 230 വോൾട്ട് ആണ്. അപ്പോൾ Vയും Iയും അറിയാം. പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഏതായിരിക്കും? H/T ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, കാര്യം Hഉം Tയും അറിയത്തില്ല. P = I²R ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, കാര്യം I അറിയാവും. ഇവിടെ എന്തറിയത്തില്ല? R അറിയത്തില്ല. പിന്നുള്ളത് P = VI എന്ന ഇക്വേഷൻ ഉണ്ട്. ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാര്യം ഇവിടെ Vയും അറിയാം, Iയും അറിയാം. സോ P = VI. വോൾട്ടേജ് എത്രയാ? 230 ആണ്. ഇൻറ്റു കറണ്ട് എത്രയാ? 0.4 ആംപിയർ ആണ്. അപ്പോൾ 230 × 0.4 ആൻസർ കിട്ടും 92 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, തൊട്ടടുത്തൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദി ബ്രോക്കൺ ഫിലമെന്റ് ഓഫ് എ ലാമ്പ് ഈസ് റീജോയിൻഡ് ആൻഡ് ലൈറ്റഡ്, വാട്ട് ഹാപ്പൻസ് ടു ദി പവർ ഓഫ് ദി ബൾബ്? അതായത് ഒരു ബൾബിൻ്റെ പൊട്ടിപ്പോയ ഫിലമെന്റ് കൂട്ടിക്കെട്ടി പ്രകാശിപ്പിച്ചാൽ ബൾബിൻ്റെ പവറിനുണ്ടാകുന്ന മാറ്റം എന്ത്? ഓക്കെ, അപ്പം ഒരു ബൾബിൻ്റെ പൊട്ടിപ്പോയ ഫിലമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്ന് ആദ്യം കൂട്ടിക്കെട്ടുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ലൈറ്റർ, അതിനുശേഷം ഒന്ന് പ്രകാശിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബൾബിൻ്റെ പവറിനുണ്ടാകുന്ന ചേഞ്ച് ആണ് ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൾബിൻ്റെ ഫിലമെന്റ് ലാമ്പിലാണല്ലോ ഫിലമെന്റ് ഉള്ളത്. ഓക്കെ, ആ ഫിലമെന്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീജോയിൻ ചെയ്തെന്നല്ലേ പറഞ്ഞേക്കുന്നത്, കൂട്ടിക്കെട്ടുവാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നീളത്തിന് എന്ത് മാറ്റം ഉണ്ടാകും? നീളം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കയർ തന്നെ രണ്ടായി പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ കയർ കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ നേരത്തെ അത്രയും നീളം കിട്ടുമോ? അതിന് ഒരിക്കലും കിട്ടത്തില്ല. അതായത് നീളത്തിന് എന്ത് മാറ്റം ഉണ്ടാകും? ലെങ്ത് ഡിക്രീസ് ചെയ്യും. അതായത് ഫിലമെന്റിന്റെ എന്ത് കുറയും? നീളം കുറയും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ, 1 ലെങ്ത് അഥവാ നീളം. ഓക്കെ, 2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ ഛേദതല പരപ്പളവ്. 3 നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ അഥവാ പദാർത്ഥത്തിന്റെ സ്വഭാവം. ഇവിടെ നീളം കുറഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, നീളം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പം ആ ബ്രോക്കൺ ഫിലമെന്റ് റീജോയിൻ ചെയ്ത് കഴിയുമ്പം അഥവാ രണ്ടും കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് അഥവാ നീളം എന്ത് ചെയ്യും? നീളം കുറയുന്നു. നീളം കുറഞ്ഞാൽ അതിൻ്റെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവാണല്ലോ.
കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണല്ലോ. ഓക്കെ, ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുവാണ്. കാര്യം ലെങ്ത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കുറയുവാണ്? റെസിസ്റ്റൻസ് കുറയുവാണ്. റെസിസ്റ്റൻസും കുറഞ്ഞു കഴിഞ്ഞാൽ അഥവാ പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതിലൂടെയുള്ള എന്ത് കൂടുതലായിരിക്കും? ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അഥവാ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ആസ് ലെങ്ത് ഓഫ് ദി ഫിലമെന്റ് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ് ഓൾസോ ഡിക്രീസസ്. ഓക്കെ, സോ ദി കറണ്ട് പാസസ് ത്രൂ ദി ഫിലമെന്റ് വിൽ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ അത് കാരണം എന്ത് കൂടും? അതിലൂടെ ഒഴുകുന്ന കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത എന്ത് ചെയ്യും? കൂടും. നമുക്കറിയാം വൈദ്യുതി പ്രവാഹ തീവ്രത കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് കൂടും? ദി പവർ വിൽ ഓൾസോ ഇൻക്രീസസ്. അതായത് അതിൻ്റെ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും? പവർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും? ദി പവർ ഓഫ് ദി ബൾബ് വിൽ ഇൻക്രീസസ് ഡ്യൂ ടു ദി ഇൻക്രീസിങ് കറണ്ട്. ഓക്കെ, കറണ്ട് കൂടിയത് കാരണം പവറും എന്ത് ചെയ്തു? കൂടി. ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇഫ് ദി ബ്രോക്കൺ ഫിലമെന്റ് ഓഫ് എ ലാമ്പ് ഈസ് റീജോയിൻഡ് ആൻഡ് ലൈറ്റഡ് വാട്ട് ഹാപ്പൻസ് ടു ദി പവർ ഓഫ് ദി ബൾബ്? അതായത് ഒരു ബൾബിന്റെ പൊട്ടിപ്പോയ ഫിലമെന്റ് കൂട്ടിക്കെട്ടി പ്രകാശിപ്പിച്ചാൽ ബൾബിന്റെ പവറിനുണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? യെസ്, നമ്മൾ റീജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് അഥവാ നീളം കുറവായിരിക്കും. നീളം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധവും കുറയും. പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും? അതിലൂടെയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അഥവാ ഇലക്ട്രിക് കറണ്ട് അഥവാ കറണ്ട് കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തും കൂടും? പവറും കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇക്കൊല്ലം പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയാം. ഏറ്റവും ആദ്യം നമ്മൾ ഇലക്ട്രിക് പവർ പറഞ്ഞു. നമ്മൾ ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ യെസ്, ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡ് കൊണ്ട് വിനിയോഗിക്കുന്ന ഊർജ്ജമാണ് വൈദ്യുത പവർ. അതിൻ്റെ യൂണിറ്റ് പറഞ്ഞു ജൂൾ പെർ സെക്കൻഡ് അഥവാ വാട്ടാണെന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 4 ഇക്വേഷൻസ് പറഞ്ഞു. ഇക്വേഷൻസ് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഇക്വേഷൻസ് മാത്രം ബൈ ഹാർട്ട് ചെയ്തിരുന്നാൽ മതി. ഇക്വേഷൻസ് ഏതൊക്കെയാണ്? പി സി ഈക്വൽ ടു എച്ച് ബൈ ടി, പി സി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി സി ഈക്വൽ ടു വി ഐ, ഫൈനലി പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. തീർന്നില്ല, അതിൻ്റെ യൂണിറ്റ് പറഞ്ഞു ജൂൾ പെർ സെക്കൻഡ് അഥവാ വാട്ട്. ഓക്കെ, ഇതാണ് എന്ത്? ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ്. ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. പ്രധാനമായിട്ടും 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. 2 എണ്ണം ജസ്റ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നതും 1 എണ്ണം തിയററ്റിക്കലുമാണ്. ഓക്കെ, അതിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസുകൾ ഐ സ്ക്വയർ ആറും അതുപോലെ വി ഐ എന്നീ 2 ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ 2ന്റെ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ യൂണിറ്റ് വാട്ടാണ്, തെറ്റിപ്പോകരുത്, വോൾട്ട് അല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അവസാനം പറഞ്ഞു ഒരു ബൾബിന്റെ പൊട്ടിപ്പോയ ഫിലമെന്റ് റീജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പവറിനുണ്ടാകുന്ന മാറ്റം എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടി പവർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അഥവാ പവർ കൂടുന്നു. എന്തുകൊണ്ട് പവർ കൂടിയെന്ന് ചോദിച്ചാൽ ഫിലമെന്റ് റീജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും, ലെങ്ത് കുറയും, നീളം കുറയും. നീളം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കുറയും. പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും? കറണ്ട് കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടിക്കോളും? പവർ ഇൻക്രീസ് ചെയ്യും അഥവാ പവർ കൂടും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. ക്ലിയർ?